അപ്പൊ ഇനി നമ്മൾ നോക്കണ റെഗുലർ എക്സ്പ്രഷൻ എന്താണ്, ജാവാസ്ക്രിപ്റ്റിനകത്ത് റെഗുലർ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. റെഗുലർ എക്സ്പ്രഷനെ നമ്മൾ ഷോർട്ട് ആയിട്ട് REGES എന്നോ അല്ലെങ്കിൽ REGESP എന്നും നമ്മൾ പറയാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് that defines the search pattern. നമ്മൾ സെർച്ച് പാറ്റേണിനെ ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സെർച്ച് പാറ്റേണിനെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത് യൂസ് ടു മാച്ച് സെർച്ച് ഓർ റീപ്ലേസ് ടെസ്റ്റ്. നമ്മുടെ ടെസ്റ്റിനെ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസോ ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിനകത്ത് റെഗുലർ എക്സ്പ്രഷൻസ് ആർ കോമൺലി യൂസ്ഡ് വിത്ത് സ്ട്രിംഗ് മെത്തേഡ്സ്, അതായത് ഡോട്ട് മാച്ച്, ഡോട്ട് ടെസ്റ്റ് അങ്ങനത്തെ സ്ട്രിംഗ് മെത്തേഡ്സിന്റെ കൂടെയാണ് മെയിൻ ആയിട്ട് ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സിൻടാക്സിലേക്ക് കിടക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസിങ് ആദ്യത്തെ നമുക്ക് ഈ സിൻടാക്സ് നമുക്ക് യൂസ് ചെയ്യാം യൂസിങ് റെഗുലർ എക്സ്പ്രഷന്റെ ആണ് REGES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് എഴുതണയാണ്. ലിറ്ററൽ നൊട്ടേഷൻ എന്ന് പറയും. ഈ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എന്താണ് സ്ലാഷിന്റെ ഉള്ളില് എന്താണ് പാറ്റേൺ എന്ന് പറഞ്ഞ് നമ്മൾ പാറ്റേൺ എഴുതും. പിന്നെ സ്ലാഷ് ക്ലോസ് ചെയ്തിട്ട് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞ് എഴുതും. അപ്പൊ ഇതാണ് ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞ. എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ലെറ്റ് റെഗുലർ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ഹലോ എന്ന് പറയുന്ന ഈ സ്ലാഷിന്റെ ഉള്ളിൽ പുറത്ത് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്നാ, ഹലോ എന്ന് പറഞ്ഞ് പാറ്റേൺ നമ്മൾ സെർച്ച് ചെയ്യണതിന്റെ പാറ്റേൺ ആണ്. ഇത് സെർച്ച് പാറ്റേൺ ആണ് ഈ ഹലോ എന്ന് പറയുന്നത്. ദിസ് എ പാറ്റേൺ ഫോർ ടു സെർച്ച് ഫോർ. നമുക്ക് ഏതാണ് സെർച്ച് ചെയ്യേണ്ടത് അതിന്റെ പാറ്റേൺ ആണ് ഈ സ്ലാഷിന്റെ ഉള്ളിൽ ഇട്ടുന്ന ഹലോ എന്ന് പറഞ്ഞത്. വേർഡ് ഹലോ ഈസ് വാട്ട് വി വാണ്ട് ടു ഫൈൻഡ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ വേർഡ് ഹലോ എന്നാണ്. സെർച്ച് പാറ്റേൺ അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതാണ് ഈ ഇതിനകത്തുള്ളത്. ഇനി എന്നാന്ന് വെച്ചാൽ ഫോർവേഡ് സ്ലാഷസ് ആ പാർട്ട് ഓഫ് ദി സിൻടാക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഫോർവേഡ് സ്ലാഷ്. ദേ ടെൽ ജാവാസ്ക്രിപ്റ്റ് ദിസ് എ റെഗുലർ എക്സ്പ്രഷൻ. റെഗുലർ എക്സ്പ്രഷൻ ആണെന്ന് പറയണത് ഈ ഫോർവേഡ് സ്ലാഷ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് റെഗുലർ എക്സ്പ്രഷൻ ആണ് എന്ന് കാണിക്കുന്നത്. ആ റെഗുലർ എക്സ്പ്രഷന്റെ ഉള്ളിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് പാറ്റേൺ ആണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട, നമ്മുടെ സ്ട്രിങ്ങിനകത്തൊക്കെ സെർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യേണ്ട ഇതാണ് നമ്മൾ ഈ ഇതിന്റെ ഉള്ളിൽ എഴുതുന്നത്. അപ്പൊ നമ്മള് സ്ലാഷ് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ ആണെന്ന് കാണിക്കാനായിട്ടാണ്. ഐ എന്ന് പറയുന്നത് ഫ്ലാഗ് ആണ്. ഇറ്റ് മീൻസ് ഇഗ്നോർ കേസ്, സോ ഇറ്റ് വിൽ മാച്ച് ഹലോ എക്സെട്ര. അതായത് ഇഗ്നോർ കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ അല്ലെങ്കിൽ രണ്ടും മിക്സഡ് ആണോ എന്നൊന്നും നോക്കൂല. ഏതായാലും മാച്ച് ചെയ്യാനായിട്ടാണ് ഐ എന്ന് പറഞ്ഞ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഫ്ലാഗ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. ഈ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് റെഗുലർ എക്സ്പ്രഷൻ ലിറ്ററൽ നൊട്ടേഷൻ ആണ്. ഇനി വേറെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ടർ. വേറെ രീതിയിൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷന്റെ സിൻടാക്സ് ഉണ്ട്. യൂസിങ് ദ റെഗുലർ എക്സ്പ്രഷൻ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ലെറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ന്യൂ കീവേഡ് ഉപയോഗിച്ചിട്ട് റെഗുലർ എക്സ്പ്രഷൻ REGESP ഓഫ് പാറ്റേൺ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും നമുക്ക് റെഗുലർ എക്സ്പ്രഷനെ നമുക്ക് എഴുതാം. ലെറ്റ് റെഗുലർ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ന്യൂ റെഗുലർ എക്സ്പ്രഷൻ ഹലോ ഐ എന്ന എക്സ്പ്ലനേഷൻ. ഹലോ എന്ന് പറയുന്നത് ടു സെർച്ച്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട പാറ്റേണിനെയാണ് നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഐ എന്ന് പറയുന്നത് ഇഗ്നോർ കേസ് ആണ്. അതായത് കേസിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കേസിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഫ്ലാഗും ഇത് പാറ്റേണും ആണ്. യു മസ്റ്റ് യൂസ് കോഡ്സ് ഹിയർ. ഇതിനകത്ത് നമ്മൾ കോഡ്സ് യൂസ് ചെയ്യണം. ഇതിനകത്ത് പാറ്റേണിന് ചുറ്റും പിന്നെ ഫ്ലാഗിന് ചുറ്റും കോഡ്സ് യൂസ് ചെയ്യണം. ബിക്കോസ് യു ആർ പാസിംഗ് സ്ട്രിംഗ് വാല്യൂസ് ടു ദ കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ സ്ട്രിംഗ് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ?
അപ്പൊ രണ്ട് രീതിയിൽ രണ്ട് സിന്റാക്സ് ആണ് റെഗുലർ എന്ന് പറയുന്നത്. റെഗുലർ എക്സ്പ്രഷൻ കൺസ്ട്രക്ടർ വെച്ചിട്ട് ന്യൂ കീവേഡ് ഒക്കെ വെച്ച്. പിന്നെ വേറെ ഒരെണ്ണം എന്ന് വെച്ചാൽ റെഗുലർ എക്സ്പ്രഷൻ ലിറ്ററൽ നൊട്ടേഷൻ ആണ് ഇത്. മെയിൻ ആയിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ ലിറ്ററൽ നൊട്ടേഷൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ യു മസ്റ്റ് യൂസ് കോഡ്സ്. പിന്നെ ഫ്ലാഗ്സിന് നമുക്ക് ഫ്ലാഗ്സിനെ കുറിച്ച് പഠിക്കാം. റെഗുലർ എക്സ്പ്രഷനകത്ത് ഫ്ലാഗ്സുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇഗ്നോർ കേസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഫ്ലാഗുകളിനെ കുറിച്ച് പഠിക്കാം. ഫ്ലാഗ്സ് ഇൻ റെഗുലർ എക്സ്പ്രഷൻ. എ ഫ്ലാഗ് ഈസ് എ ലെറ്റർ യു റൈറ്റ് ആഫ്റ്റർ ദി ക്ലോസിംഗ് സ്ലാഷ്. ഇൻ റെഗുലർ എക്സ്പ്രഷനകത്ത് ക്ലോസിംഗ് സ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ഒരു ലെറ്റർ ആണ് എന്ത്? ഫ്ലാഗ് എന്ന് പറയുന്നത്. ഹൗ ദ സെർച്ച് ഇറ്റ് ചേഞ്ചസ് ഹൗ ദി സെർച്ച് വർക്ക്സ്. നമ്മൾ സെർച്ച് വർക്ക് ചെയ്യണതിന്റെ രീതിനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഫ്ലാഗ് എന്ന് പറയുന്നത്. അത് ക്ലോസിംഗ് സ്ലാഷ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫ്ലാഗ് എഴുതുന്നത്, ഈ ലെറ്റർ എഴുതുന്നത്. സെർച്ച് ചെയ്യുന്നതിന്റെ വർക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ സെർച്ച്. ഗ്ലോബൽ സെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഓൾ മാച്ചസ് നോട്ട് ജസ്റ്റ് ദ ഫസ്റ്റ് വൺ. ഗ്ലോബൽ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാച്ചസിനെയും ഫൈൻഡ് ചെയ്യും. ഒരു മാച്ചിനെ അല്ല ഫൈൻഡ് ചെയ്യുന്നത്, എല്ലാ മാച്ചിനെയും ഫൈൻഡ് ചെയ്യും. അതാണ് ഗ്ലോബൽ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ മാച്ചസിനെയും ഫൈൻഡ് ചെയ്യും. ആദ്യത്തെ മാത്രമല്ല മാച്ച് ചെയ്യണേ. എന്തൊക്കെ ഒരു ടെസ്റ്റ് തരുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മാച്ച് ഉണ്ടോ, റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, പാറ്റേൺ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അതിനെയൊക്കെ ഫൈൻഡ് ചെയ്യും. അതാണ് ഗ്ലോബൽ സെർച്ച് എന്ന് പറഞ്ഞ ജി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. ലെറ്റ് ടെസ്റ്റ് ഈക്വൽ ടു ആപ്പിൾ 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 എന്ന് വന്നിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു ടെസ്റ്റ് ഡോട്ട് മാച്ച്. ഈ ടെസ്റ്റിനകത്ത് മാച്ച് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നു. മാച്ച് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ ആണ്. ജി ഗ്ലോബൽ ഫുൾ ആയിട്ട് ഈ പാറ്റേൺ ആയിട്ട് മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുന്നു. ഗ്ലോബൽ ആയത് കാരണം ഫസ്റ്റ് മാച്ച് അല്ല നോക്കണേ, എല്ലാ മാച്ചുകളുടെയും ഫൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു അറേനകത്താണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. എന്തൊക്കെ മാച്ച് ചെയ്യണ്ടോ അതൊക്കെ അറിയില്ലാത്തായിട്ട് വരുന്നു. അപ്പൊ ആപ്പിൾ 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 3 ആപ്പിൾ ആണ് ഈ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ ആയിട്ട് മാച്ച് ചെയ്യുന്നത്. വിതൗട്ട് ജി സ്റ്റോപ്സ് ആഫ്റ്റർ ഫൈൻഡിങ് ദ ഫസ്റ്റ് ആപ്പിൾ. ഇപ്പൊ ജി ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു ആപ്പിൾ മാത്രം മാച്ച് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തേനെ. വിത്ത് ജി ഇറ്റ് ഫൈൻഡ്സ് ഓൾ ആപ്പിൾസ്. ജി ഉള്ളത് കാരണം എല്ലാ ആപ്പിളിനെയും ഫൈൻഡ് ചെയ്തു. ഇനി എന്നാന്ന് വെച്ചാൽ ഇഗ്നോർ കേസ്. നമ്മള് ഇഗ്നോർ കേസ് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, എന്നാലും നോക്കുവാണ്. അത് ഒരു ഫ്ലാഗ് ആണ്. ഇഗ്നോർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഫൈൻഡ് മാച്ച് വിത്തൗട്ട് കെയറിങ് അബൌട്ട് ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സ് ഒന്നും കെയർ ചെയ്യാതെ മാച്ച് കണ്ടുപിടിക്കുന്നതാണ് ഫൈൻഡ് ചെയ്യുന്നതാണ് ഇഗ്നോർ കേസ്. ഇപ്പൊ ലെറ്റ് ടെസ്റ്റ് ഈക്വൽ ടു ഹലോ. ഇതിനകത്ത് എച്ച് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ സ്മോൾ അങ്ങനെ മിക്സഡ് ആയിട്ടാണ്. അപ്പൊ ലെറ്റ് റിസൾട്ട് ഈക്വൽ ടു സ്ലാഷ് ഇതിനകത്ത് ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതുന്ന ഐ ഡോട്ട് ടെസ്റ്റ് ഓഫ് ടെസ്റ്റ്. അതായത് ഐ എന്ന് പറയുന്നത് ഐ ഡോട്ട് ടെസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് വന്നിട്ട് എഴുതുന്നു. കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ഉണ്ടോ, അതായത് ഇതിനകത്ത് ഇഗ്നോർ കേസ് ട്രൂ ആണോ ഫാൾസ് ആണോ വിത്തൗട്ട് ഐ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഓഫ് ടെസ്റ്റ്. അപ്പൊ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമ്മൾ ഇതിനകത്ത് ഇഗ്നോർ കേസ് ആണോ ഇത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റിനകത്ത്. അപ്പൊ നമ്മളൊക്കെ എന്താണ് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് ട്രൂ എന്നാണ് പറയുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാം ഇഗ്നോർ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, എല്ലാം ഇഗ്നോർ ചെയ്തിട്ട്. അപ്പൊ അതിനകത്ത് വിത്തൗട്ട് ഐ ഹലോ ഈസ് നോട്ട് ഈക്വൽ ടു ഹലോ. ഇത് രണ്ടും മാച്ച് ചെയ്യണ കാരണമാണ് നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയത്. ഇത് മാച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഫാൾസ് കിട്ടിയേനെ. അപ്പൊ റിസൾട്ട് എനിക്ക് ട്രൂ എന്നാണ് കിട്ടിയത്. അപ്പൊ ഇതിനകത്ത് വിത്തൗട്ട് ഐ ഇല്ലായിരുന്നെങ്കിൽ ഈ ഹലോയും തമ്മിൽ മാച്ച് ഉണ്ടാവില്ലായിരുന്നു. അത് കാരണമാണ് നമ്മൾ ഡോട്ട് ടെസ്റ്റ് വെച്ചിട്ട് ഈ ടെസ്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്തത്. അപ്പൊ മാച്ചിങ് ആണെന്ന് പറഞ്ഞു.
ഇതാണ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്. വിത്ത് ഐ ഇറ്റ് ഇഗ്നോർസ് ക്യാപിറ്റൽ ഓഫ് സ്മോൾ ലെറ്റേഴ്സ് സോ ഇറ്റ് മാച്ചസ്. ക്യാപിറ്റലോ സ്മോൾ ലെറ്ററിനെയോ ഇഗ്നോർ ചെയ്യുന്ന കാരണം മാച്ച് ചെയ്യുന്നുണ്ട്. നീ എം എന്ന് പറയുന്നത് മൾട്ടി ലൈൻ ആണ്. മേക്സ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വർക്ക് ഫോർ എവറി ലൈൻ നോട്ട് ജസ്റ്റ് ദ വോൾ സ്ട്രിങ്. അതായത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഈ ആരോയാണ്. ഈ ആരോ മുകളിലേട്ട് ഇതിനെ എന്തോ ഇതിന് എന്തോ പ്രത്യേക പേരുണ്ട്. അപ്പൊ അതിന്റെ പേര് എനിക്കറിയില്ല. ഇതാണ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളും. പിന്നെ അതിന്റെ ഡോളർ എൻഡ് വർക്ക് ഫോർ എവറി ലൈൻ നോട്ട് ജസ്റ്റ് ദ വോൾ സ്ട്രിങ്. അപ്പൊ മേക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഇതും എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറും ആണ്. വർക്ക് ഫോർ എവറി ലൈൻ, എല്ലാ ലൈനിനും ഇത് ഉപയോഗിക്കാം. നോട്ട് ജസ്റ്റ് ദ വോൾ സ്ട്രിങ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ എക്സാമ്പിൾ ലെറ്റ് ടെസ്റ്റ് ഈസ്ക്വൽ ടു നമ്മുടെ ബാക്ക് ടിക്കിന്റെ ഉള്ളില് നമ്മൾ ആപ്പിൾ ബനാന ചെറി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ടെസ്റ്റ് ഡോട്ട് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളില് എന്താണ് നമ്മൾ ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ബനാന /m എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ നമ്മൾ മൾട്ടി ലൈൻസ് ട്രിപ്പിൾ ലൈൻസ്, ഇത് ഒരു ലൈനിലല്ലേ ഈ ടെസ്റ്റ് എഴുതിയേക്കുന്നത്, മൾട്ടിപ്പിൾ ലൈൻസിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ലൈൻസിൽ ഇത് സെർച്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇത് എഴുതുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് സ്റ്റാർട്ടിങ്ങിൽ ബനാന വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എല്ലാ ലൈനും ചെക്ക് ചെയ്യുന്നു. അപ്പൊ ബനാന ഉണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബനാന എന്ന് കിട്ടും. ഹിയർ സ്റ്റാർട്ടിങ് ബനാന, സ്റ്റാർട്ട് എന്നാണ് പറയുന്നത് ഈ സിമ്പിളിന്. സ്റ്റാർട്ട് ബനാന നോർമലി ചെക്സ് ഓൺലി ദ സ്റ്റാർട്ട് ഓഫ് ഫുൾ സ്ട്രിങ്. ഫുൾ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിനെ ചെക്ക് ചെയ്യുന്നു. ഫുൾ സ്ട്രിങ് നോക്കുന്നു, അതിനകത്ത് സ്റ്റാർട്ടിങ് ചെക്ക് ചെയ്യുന്നു. ബട്ട് എം ലെറ്റ്സ് ഇറ്റ് ചെക്ക് ഈച്ച് ലൈൻ. എം ആയത് കാരണം എല്ലാ ലൈനും ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഓരോ ലൈനിന്റെ എന്താ സ്റ്റാർട്ടിങ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതുണ്ടെങ്കിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ റിട്ടേൺ ചെയ്യുന്നു. Here banana normally checks only the start of full string, but M lets it checks each line വെച്ചിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിങ് ഇതാണോന്ന് മാത്രമാണ്. എം ആയത് കാരണം മൾട്ടിപ്പിൾ ലൈൻസ് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കാരണം ഇത് സ്റ്റാർട്ടിങ് ഇങ്ങനെയായത് കാരണം ബനാന എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഫ്ലാഗ്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മള് റെഗുലർ ഫ്ലാഗിന്റെ തന്നെ നമുക്ക് കുറച്ച് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇല്ലെങ്കിൽ, എം ഇല്ല ഇതിനകത്ത്, എം ഇല്ലെങ്കിൽ ഇത് എന്താ സംഭവിക്കാന്ന് സ്റ്റാർട്ട്സ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് പറയുന്നത് ബനാന വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യണേന്ന് ചെക്ക് ചെയ്യുന്നു. മാച്ച് ചെയ്യുന്നുണ്ടോ? മാച്ച് ചെയ്യുന്നില്ല. കാരണം അതിനകത്ത് ശരിക്കും സ്ട്രിങ് ആപ്പിൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ബനാന വെച്ചിട്ടല്ല. അപ്പൊ നോ എന്ന് വന്നിട്ട് എഴുതുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബനാന /m. ഇതിനകത്ത് എം എന്ന് പറയുന്നത് വിത്ത് എം മൾട്ടിപ്പിൾ ലൈൻസ് ചെക്ക് ചെയ്യുന്നു. വാട്ട് ഇഫ് ഡസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതിനകത്ത് എം ഉണ്ടോ? ഉണ്ട്. ചെക്ക് ഇഫ് എനി ലൈൻ സ്റ്റാർട്ട്സ് വിത്ത് ബനാന, ഏതെങ്കിലും ലൈന് ബനാന വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ യെസ് ഉണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ചെറി ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എം ഉണ്ടോ? ഇല്ല. ചെക്സ് ഈ സ്ട്രിങ് എൻസ് വിത്ത് ചെറി. സ്ട്രിങ് എന്ന് പറയുന്നത് ചെറി വെച്ചിട്ടാണോ? അപ്പൊ എന്നാന്ന് വെച്ചാൽ വിത്ത് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വെച്ചിട്ടാണോ, എം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇല്ല, ഇതിനകത്ത് എം ഇല്ല. അത് കാരണം ചെക്സ് ഇഫ് സ്ട്രിങ് എൻസ് വിത്ത് ചെറി. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറി വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ, എൻഡ് ചെയ്യുന്നത് ചെറി വെച്ച്. അപ്പൊ അതിനാണ് ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡോളർ സിമ്പിൾ ആണെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് ചെറി വെച്ചിട്ടാണോ? അപ്പൊ നമുക്ക് നോക്കാം ചെറി വെച്ചിട്ടാണോ എൻഡ് ചെയ്യണേന്ന്. അപ്പൊ ഇതിനകത്ത് ചെറി വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അത് കാരണം സ്ട്രിങ് എൻഡ് ചെയ്യുന്നത് ചെറി വെച്ചിട്ടാണ്. അപ്പൊ എസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. മനസ്സിലായോ? നീ എന്നാന്ന് വെച്ചാൽ ചെറി ഡോളർ എന്ന് വെച്ചാൽ എൻഡ് ആണ് ചെക്ക് ചെയ്യുന്നത്. എം എന്ന് വെച്ചാൽ മൾട്ടി ലൈൻ ആണ്. അപ്പൊ
ചെക്സ് ഇഫ് എനി ലൈൻ എൻഡ്സ് വിത്ത് ചെറി. ഏതെങ്കിലും ലൈന് ചെറി വെച്ചിട്ട് എൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഏതെങ്കിലും ലൈൻ ചെറി വെച്ച് എൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എസ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇതാണ് നമ്മൾ ഫ്ലാഗ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ. എന്താണ് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ ഓർ REGS പാറ്റേൺ എന്ന് പറയുന്നത്? ഒരു സ്പെഷ്യൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് യൂസ്ഡ് ടു സെർച്ച് മാച്ച് എക്സ്ട്രാക്ട് പാർട്സ് ഓഫ് എ സ്ട്രിങ്. അതായത് സ്ട്രിങ്ങിന്റെ ഒരു പാർട്ടിനെ സെർച്ച് ചെയ്യാനും മാച്ച് ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനുമായിട്ടുള്ള സ്പെഷ്യൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ അല്ലെങ്കിൽ REGS പാറ്റേൺ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ട് ചെയ്യാനോ സെർച്ച് ചെയ്യാനോ മാച്ച് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ. അതിനെ നമ്മൾ REGS പാറ്റേൺ എന്നും പറയും. എക്സ്ട്രാക്ട് പാർട്സ് ഓഫ് ഈ സ്ട്രിങ്. അപ്പൊ നമ്മള് സെർച്ച് ചെയ്യാനോ മാച്ച് ചെയ്യാനോ എക്സ്ട്രാക്ട് ചെയ്യാനോ ഉപയോഗിക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ സീക്വൻസ് ഓഫ് ഈ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ അല്ലെങ്കിൽ REGS പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കോമൺ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേണിനെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ആദ്യത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്. ആദ്യത്തെയാണ് ഡോട്ട് എന്ന് പറഞ്ഞത്. മാച്ചസ് എനി വൺ ക്യാരക്ടർ. ഏതെങ്കിലും ഒരു ക്യാരക്ടർ എക്സെപ്റ്റ് ന്യൂ ലൈൻ. ന്യൂ ലൈൻ ഒഴിച്ച് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ഡോട്ട് എന്ന് പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു കാറ്റ് ഡോട്ട് മാച്ച്. കാറ്റ് ഡോട്ട് മാച്ച് ഈ റെഗുലർ എക്സ്പ്രഷന്റെ ഉള്ളില് സ്ലാഷിന്റെ ഉള്ളില് C ഡോട്ട് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാച്ച് ചെയ്യണം. മാച്ചസ് എനി വൺ ക്യാരക്ടർ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാച്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് CAT എന്ന് പറയുന്നത് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നുണ്ടോ? ഡോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാച്ച് ചെയ്താൽ മതി. അപ്പൊ ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. അത് കാരണം C ഡോട്ട് T മീൻസ് C ഫോളോഡ് ബൈ എനി വൺ ക്യാരക്ടർ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ മതി. then T വന്നിരിക്കണം. ഇറ്റ് മാച്ചസ് കാറ്റ്. അപ്പൊ കാറ്റിനെ മാച്ച് ചെയ്യും, കട്ടിനെ മാച്ച് കൂട്ടുക. അപ്പൊ നടുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും വരാം, പക്ഷെ ഒരു ക്യാരക്ടറേ പാടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ക്യാരക്ടർ C ആയിരിക്കണം, ലാസ്റ്റ് വരുന്നത് T ആയിരിക്കണം, നടുക്ക് ഏതെങ്കിലും ക്യാരക്ടർ പാടാം. അതാണ് ഡോട്ട് എന്ന് പറയുന്നത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചസ് ദ സ്റ്റാർട്ട് ഓഫ് എ സ്ട്രിങ്. സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിനെയാണ് മാച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഹലോ ഡോട്ട് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ റിസൾട്ട് ഈസ് ഈക്വൽ ടു ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഉണ്ട്, ഡോട്ട് മാച്ച് സ്റ്റാർട്ട്. നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നു, പാറ്റേൺ എഴുതുന്നു. അതിനകത്ത് സ്റ്റാർട്ട് HE വെച്ചിട്ട് ആണോ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യണേന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട്, ഇതിനകത്ത് റിസൾട്ട് എന്താ കിട്ടുന്നത്? ഹലോ എന്ന് പറയുന്നത് HE വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്യണേന്ന് നോക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ HE. അപ്പൊ ഔട്ട്പുട്ട് HE എന്നാണ് എനിക്ക് കിട്ടുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ ഈ സിമ്പിൾ സ്റ്റാർട്ട് സിമ്പിൾ HE മീൻസ് സ്ട്രിങ് സ്റ്റാർട്ട്സ് വിത്ത് HE. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് HE എന്നല്ല കിട്ടിയ എന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HE വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതാണ് നമ്മൾ ഇത് വന്നത്. ഇനി എൻഡ് എന്ന് വെച്ചാൽ മാച്ചസ് ദ എൻഡ് ഓഫ് എ സ്ട്രിങ്. സ്ട്രിങ്ങിന്റെ എൻഡിനെ മാച്ച് ചെയ്യുന്നു. അതായത് എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഹലോ ഡോട്ട് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യെല്ലോ ഡോളർ. അപ്പൊ യെല്ലോ ഡോളർ വെച്ച്, യെല്ലോ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ വെച്ചിട്ടാണോ സ്ട്രിങ് എൻഡ് ചെയ്യണേ എന്ന് മാച്ച് ചെയ്ത് നോക്കുന്നു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ എന്ന് കിട്ടും. അപ്പൊ യെല്ലോ മാച്ച് ആണെങ്കിൽ യെല്ലോ എന്ന് കിട്ടും. അപ്പൊ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ യെല്ലോ ഡോളർ മീൻസ് സ്ട്രിങ് എൻഡ്സ് വിത്ത് യെല്ലോ. യെല്ലോ വെച്ചിട്ടാണ് സ്ട്രിങ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് യെല്ലോ എന്നാണ് എനിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ മാച്ച് 0 or more ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ. ഒരു പ്രീവിയസ് ക്യാരക്ടറിന്റെ ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ മോർ ക്യാരക്ടേഴ്സ് മാച്ച് ചെയ്യണം. അതാണ് സ്റ്റാർ എന്ന് പറഞ്ഞത്. പ്രീവിയസ് ആയിട്ടുള്ള
ഒരു പ്രാവശ്യം അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ മോർ ക്യാരക്ടേഴ്സ്, സീറോ ഓർ മോർ ക്യാരക്ടേഴ്സ് പ്രീവിയസ് ക്യാരക്ടേഴ്സിനെ മാച്ച് ചെയ്യണേന് സ്റ്റാർ എന്ന് വന്നു. ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ഹലോ ഡോട്ട് മാച്ച് യെല്ലോ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രീവിയസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് LOO എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ O സ്റ്റാർ എന്ന് പറഞ്ഞാൽ O ആണ് പ്രീവിയസ് ക്യാരക്ടർ. ഈ സ്റ്റാറിന് മുന്നേ ഉള്ള ക്യാരക്ടർ ഏതാ O ആണ്. അപ്പൊ പ്രീവിയസ് ക്യാരക്ടർ 0 ഓർ മോർ ടൈംസ് മോർ ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ മാച്ച് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് O എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഉണ്ട്? മാച്ച് 0 ഓർ മോർ സീറോസ് ആഫ്റ്റർ O. അപ്പൊ നമുക്ക് ഇതിനകത്ത് 0 ഓർ മോർ ക്യാരക്ടേഴ്സ് L കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 0 3 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 3 പ്രാവശ്യം അപ്പൊ LO O എന്ന് പറഞ്ഞിട്ട് വരുന്നു എനിക്ക് 3 പ്രാവശ്യം അത് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എത്ര പ്രാവശ്യം പ്രീവിയസ് ക്യാരക്ടർ മാച്ച് അത്രയും മാച്ച് ഫൈൻഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു. എന്നാന്ന് വെച്ചാൽ പ്ലസ് എന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ചസ് 1 ഓർ മോർ ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ, ഒന്നുമില്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നു. അതാണ് പ്ലസ് എന്ന് പറയുന്നത്. ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ഹലോ ഡോട്ട് മാച്ച് യെല്ലോ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രീവിയസ് ക്യാരക്ടർ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LO പിന്നെ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓർ മോർ, ഒന്നുമില്ലെങ്കിൽ 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പൊ 1 ഓർ മോർ ഉണ്ട്. അപ്പൊ നമ്മൾ O പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അറ്റ്ലീസ്റ്റ് 1 O മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഒരു O എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ മാച്ച് ചെയ്യണ്ടോ അത് അപ്പൊ റിസൾട്ട് ആയിട്ട് കിട്ടുന്നു. LOO എന്ന് വന്നിട്ട് കിട്ടുന്നു. ഇങ്ങനെയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ മാച്ചസ് 0 ഓർ 1 ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ, 0 അല്ലെങ്കിൽ ഏതെങ്കിലും 1 ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ ആയിട്ട് മാച്ച് ചെയ്തു. ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 മാച്ച് ഓഫ് ദി പ്രീവിയസ് ക്യാരക്ടർ. എക്സാമ്പിൾ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു കളർ ഡോട്ട് മാച്ച് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COLOUR ഒന്നുമില്ലെങ്കിൽ അപ്പൊ നമ്മള് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O ആണ്, അതുമായിട്ട് മാച്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷണൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ ആണ്. ഈ മാച്ചസ് ബൂത്ത് കളർ ആൻഡ് കളറും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 പ്രീവിയസ് ക്യാരക്ടർ ആയിട്ട് മാച്ച്. ഇപ്പൊ ഇതിനകത്ത് ഒന്നുമായിട്ട് മാച്ച് ചെയ്യണില്ലാത്താണ് കളർ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. ആൻഡ് കളർ അപ്പൊ ഈസ് ഓപ്ഷണൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷണൽ ആണ്. ഇതിനകത്ത് ഓപ്ഷണൽ ആണ്. അപ്പൊ നമ്മൾ കളർ മാച്ച് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ ആണ്. അപ്പൊ ഇതായിട്ട് മാച്ച് ചെയ്യണത് കളറാണ്. ഉണ്ടെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് അതും മാച്ച് ചെയ്യും. പക്ഷെ ഇതിനകത്ത് കളറാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കളർ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഈ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N എന്ന് പറഞ്ഞ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ N മാച്ചസ് എക്സാക്ട്ലി N ടൈംസ് ഇത് മാച്ച് ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ N ടൈംസ് മാച്ച് ചെയ്യുന്നതാണ്. എത്ര പ്രാവശ്യം N, അതായത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു A B ഡോട്ട് മാച്ച്. അത് കഴിഞ്ഞിട്ട് പാറ്റേൺ എഴുതുവാണ്. A ഓഫ് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 4 എന്ന് പറഞ്ഞ് എത്ര N ടൈംസ് മാച്ച് ചെയ്യുന്ന 4 ടൈംസ് മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുന്നു. കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട്. അപ്പൊ എന്താണ് വെച്ചാൽ N ടൈംസ് 1 2 3 4 പ്രാവശ്യം മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് A ഓഫ് 4 എന്ന് വെച്ചാൽ മീൻസ് മാച്ചസ് എക്സാലി 4 ടൈംസ്. Aനെ 4 ടൈംസ് മാച്ച് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഈ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ടൈംസ് മാച്ച് ചെയ്യണം. പിന്നെ എന്നാന്ന് വെച്ചാൽ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ N കോമ എന്ന് വന്നിട്ടുള്ളതുകൊണ്ട് മാച്ചസ് അറ്റ്ലീസ്റ്റ് N ടൈംസ്, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും N ടൈംസ് എങ്കിലും മാച്ച് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് N ടൈംസ് എങ്കിലും. എക്സാമ്പിൾ നമുക്ക് നോക്കുവാണെങ്കിൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു 6 A ഉണ്ട്. A ഡോട്ട് മാച്ച് A ഓഫ് 3 കോമ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 മാച്ചസ് എങ്കിലും ഉണ്ടാവണം. 3 എങ്കിലും എ എങ്കിലും മാച്ച് ചെയ്തിരിക്കണം. അപ്പൊ ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ 3A അല്ല, അതിൽ കൂടുതൽ എ ഉണ്ട്. അപ്പൊ എല്ലാ എനെയും നമ്മൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. 3 or more മാച്ചസ് അറ്റ്ലീസ്റ്റ് 10 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ലീസ്റ്റ് മിനിമം 3 എങ്കിലും ഉണ്ടായിരിക്കും. അതാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ എണ്ണിനെയും എല്ലാ മാച്ചസിനെയും റിട്ടേൺ ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ എ ഓഫ് 3 കോമ എന്ന് വെച്ചാൽ മീൻസ് അറ്റ്ലീസ്റ്റ് 3 A's എങ്കിലും ഉണ്ടാവണം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എം മാച്ചസ് ബിറ്റ്വീൻ n ആൻഡ് m ടൈംസ്. എന്നും എമ്മും ടൈംസ് മാച്ച് ചെയ്യണം. അതായത് ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു 4A ഡോട്ട് മാച്ച് A 2,3. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പൊ 2ഉം 3ഉം ടൈംസിന്റെ ഇടയിൽ മാച്ച് ചെയ്തിരിക്കണം. അതായത് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 and m ടൈംസ്. അപ്പൊ A of 2, 3 means 2 or 3 A's. It matches the first 3 A's. അപ്പൊ 2 അല്ലെങ്കിൽ 3 A's എങ്കിലും മാച്ച് ചെയ്യണം. എന്നിനും എമ്മിനും ഇടയിലുള്ള മാച്ചസ് ഉണ്ടായിരിക്കണം. 2 or 3 times 3 A's മാച്ച് ചെയ്തിരിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ ഇതിനകത്ത് 3 A's മാച്ച് ചെയ്യുന്നു. അപ്പൊ it matches the first 3 A's. ഫസ്റ്റ് 3 A's മാച്ച് ചെയ്യുന്നു. ഈ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി എന്ന് വെച്ചാൽ മാച്ചസ് എ ബി ഓർ സി. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മാച്ചസ് എ ബി ഓർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എനി വണ്. ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ബാറ്റ് ഡോട്ട് മാച്ച് ഓപ്പൺ ബ്രാക്കറ്റ് റെഗുലർ എക്സ്പ്രഷൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ ബി സി എന്ന് പറഞ്ഞു കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് ഡോട്ട് മാച്ച് എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബി എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഏതെങ്കിലും മാച്ചസ് എ ബി ഒ സി ഏതെങ്കിലും ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരെണ്ണമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. അപ്പൊ ഇതിനകത്ത് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. അപ്പൊ ഇതിനകത്ത് എ ആയിട്ട് മാച്ച് ചെയ്യുന്ന ബി ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പൊ എ എന്ന് നോക്കുന്നു, പിന്നെ ബി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ബി കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് മാച്ചസ് എനി വൺ കാറ്റ ദാറ്റ് ഈസ് എ ബി ഒ സി ആയിട്ട് മാച്ച് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നു. ആദ്യത്തെ ലെറ്റർ ബി ആണ്. അപ്പൊ ബി. അപ്പൊ നീ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സിമ്പിള് എ ബി സി സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില്. അപ്പൊ എന്നാന്ന് വെച്ചാൽ മാച്ചസ് എനിത്തിങ് എക്സെപ്റ്റ് എ ബി ഒ സി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് അല്ല, ഇത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കുവാണെങ്കിൽ, ഈ ആരോ പോലത്തെ സിമ്പിൾ ഉപയോഗിക്കുവാണെങ്കിൽ മാച്ചസ് എനിത്തിങ് എക്സെപ്റ്റ് എ ബി ഒ സി എന്നാണ്. അതായത് എ ബി ഒ സി ഒഴിച്ച് അത് അല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഡോഗ് ഡോട്ട് മാച്ച് എ ബി സി. അതായത് എ ബി സി അല്ലാത്ത എന്തും മാച്ച് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് മാച്ചസ് എനിത്തിങ് എക്സെപ്റ്റ് എ ബി ഒ സി. എ ബി സി അല്ലാത്ത ഏതിനെയും മാച്ച് ചെയ്യുന്നാണ് പറയുന്നത്. അപ്പൊ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി. അപ്പൊ ഡി എന്ന് പറയുന്നത് എ ബി സി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഡി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ എക്സ്പ്ലനേഷൻ എ ബി സി മീൻസ് മാച്ചസ് എനി കാറ്റ എക്സെപ്റ്റ് എ ബി ഒ സി. അതായത് എനി കാറ്റ എ ബി ഒ സി അല്ലാത്ത ഏത് ക്യാരക്ടർ വേണമെങ്കിലും മാച്ച് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ക്യാരക്ടർ മാച്ച് ചെയ്യുന്നത് ഡി ആണ്. അപ്പൊ ഡിനെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഈ സ്മോൾ ലെറ്റർ എ ടു ഇസഡ് മാച്ചസ് എനി ലോവർ കേസ് ലെറ്റേഴ്സ്. ഏത് ലോവർ കേസ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ ടു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ലോവർ കേസ് ലെറ്റേഴ്സിനെ മാച്ച് ചെയ്യുന്നു. എക്സാമ്പിള് ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു എസ് ഡോട്ട് മാച്ച് എന്താണ് എ ടു ഇസഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാറ്റേൺ എഴുതുന്നത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ ഏതെങ്കിലും ലോവർ കേസ് ലെറ്റർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ?
അപ്പൊ നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എക്സ് എന്ന് വന്നിട്ട് കിട്ടുന്നു, മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ ടു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ചസ് എനി അപ്പർ കേസ് ലെറ്റർ, ഏതെങ്കിലും അപ്പർ കേസ് ലെറ്റർ ആയിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പൊ ലെറ്റർ റിസൾട്ട് ഈസ്ക്വൽ ടു ക്യാപിറ്റൽ എച്ച് ഇ എൽ എൽ ഒ എന്ന് വന്നിട്ട് എഴുതുന്നു ഡോട്ട് മാച്ച് ക്യാപിറ്റൽ എ ടു ഇസഡ്, ഏതെങ്കിലും അപ്പർ കേസ് ലെറ്റർ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എഴുതുന്നു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ഔട്ട്പുട്ട് എച്ച് എന്ന് പറഞ്ഞു, കാരണം എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പർ കേസ് ലെറ്റർ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ചെയ്താൽ മതി. അപ്പൊ ആദ്യം ഏതാണോ മാച്ച് ചെയ്യണത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അപ്പൊ അതിന് ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഈ 0 to 9 എന്ന് വെച്ചാൽ മാച്ചസ് എനി ഡിജിറ്റ്, ഏതെങ്കിലും ഒരു ഡിജിറ്റിനെ മാച്ച് ചെയ്യുന്നു. അതായത് ലെറ്റർ റിസൾട്ട് ഈസ്ക്വൽ ടു ABC123 എന്ന് വെച്ച ഡോട്ട് മാച്ച് എന്താണ് ഫോർവേഡ്, നമ്മൾ സ്ലാഷിന്റെ ഉള്ളിൽ പാറ്റേൺ എഴുതും 0 to 9 G എന്ന് വന്നിട്ട് എഴുതുന്നു. കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് വന്നിട്ട് എഴുതുന്നു 0 to 9. അപ്പൊ ഏതെങ്കിലും ഒരു ഡിജിറ്റിന് ആയിട്ട് മാച്ച് ചെയ്യുന്നു, അതാണ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ജി എന്ന് പറഞ്ഞ ഗ്ലോബലി നോക്കുന്നു, 0 to 9 ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ എല്ലാം നോക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഗ്ലോബൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് സ്ട്രിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, അറേനകത്തായിരിക്കും വരുന്നത്. 1 2 3 എന്ന് വന്നിട്ട് ആയിരിക്കും റിസൾട്ടിനകത്ത് ഔട്ട്പുട്ട്, അറേനകത്ത് 1 2 സ്ട്രിങ് ആയിട്ട്, സ്ട്രിങ്ങിനകത്ത് നമ്മൾ 1ഉം 2ഉം 3ഉം മൂന്ന് ഇതും ഡിജിറ്റുകൾ മാച്ച് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ആയതാണ് എല്ലാ ഡിജിറ്റും ഉണ്ടോ എന്ന് നോക്കുന്നു, 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ് ഫുൾ ആയിട്ട് നോക്കുന്നു, ആദ്യത്തെ മാത്രമല്ല. ഈ സ്ലാഷ് ഡി, സ്മോൾ ലെറ്റർ ആയിട്ടുള്ള സ്ലാഷ് ഡി എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റിനെ മാച്ച് ചെയ്യുന്നു. സെയിം ആസ് 0 to 9 സെയിം സിമിലർ സാധനമാണ് സ്ലാഷ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ഇയർ 2024 ഡോട്ട് മാച്ച് സ്ലാഷ് ഡി പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ ഡി സ്ലാഷ് ഡി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഡി പ്ലസ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണോ, അതായത് ഡിജിറ്റ് ആയിട്ട് ഡി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അപ്പൊ 2024 എന്ന് വന്നിട്ട് കിട്ടുന്നു. മനസ്സിലായോ? ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിജിറ്റ് മാച്ച് ചെയ്തിരിക്കണം, അതാണ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലാഷ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഡിജിറ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിൽ കൂടുതൽ, അപ്പൊ എനിക്ക് 2024 ആണ് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സ്ലാഷ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ചസ് എ നോൺ ഡിജിറ്റ്, അതായത് ഡിജിറ്റ് അല്ലാത്ത ഒരു എന്തിനേയും മാച്ച് ചെയ്യുന്നു, ഡിജിറ്റ് അല്ലാത്ത. എക്സാമ്പിൾ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു A5 ഡോട്ട് മാച്ച് ബാക്ക് സ്ലാഷ് ഡി എന്ന്, ക്യാപിറ്റൽ ഡി ആണ് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ നോൺ ഡിജിറ്റിനെയാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് ഔട്ട്പുട്ട് എ, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എനകത്താണ്, ഒരു അറേനകത്ത് എ എന്നാണ്, കാരണം നോൺ ഡിജിറ്റ് ഫസ്റ്റ് നോൺ ഡിജിറ്റ് ആയിട്ടുള്ളത് എ ആണ്. അപ്പൊ ഏതാണ് ആദ്യമേ മാച്ച് ചെയ്യുന്നത് അപ്പൊ അതിനെയാണ് കിട്ടുന്നത്. അപ്പൊ എ ആണ് നോൺ ഡിജിറ്റ് ആയിട്ടുള്ളത്, അപ്പൊ എ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. ഇനി എന്നാന്ന് വെച്ചാൽ ബാക്ക് സ്ലാഷ് എന്താണ് W എന്ന് പറയുന്നത് മാച്ചസ് എ വേർഡ് ക്യാരക്ടർ, അതായത് വേർഡ് ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്ന A to Z, ക്യാപിറ്റൽ A to Z 0 to 9 കോമ പിന്നെ ഈ അണ്ടർസ്കോർ, ഈ 4 ടൈപ്പ് വേർഡ് ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റർ റിസൾട്ട് ഈസ്ക്വൽ ടു ABC പിന്നെ അണ്ടർസ്കോർ 1 2 3 ഡോട്ട് മാച്ച് സ്ലാഷ് W എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നോക്കുന്നു, വേർഡ് ക്യാരക്ടറിനെ നമ്മൾ നോക്കുന്നു. അപ്പൊ ഇതിനകത്ത് മാച്ച് ചെയ്യുന്നത് എന്താണ്, ഫുൾ ആയിട്ട് അത് എന്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് A to Z എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, BC മാച്ച് ചെയ്യുന്നുണ്ട്, അണ്ടർസ്കോർ മാച്ച് ചെയ്യുന്നുണ്ട്, 1 2 3 മാച്ച് ചെയ്യാം. അപ്പൊ അതെല്ലാം അറയിലായിട്ട് സെപ്പറേറ്റഡ് കോമ വെച്ചിട്ട് നമ്മൾ എഴുതുന്നു, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഇനി എന്നാന്ന് വെച്ചാൽ ബാക്ക് സ്ലാഷ് ക്യാപിറ്റൽ W എന്ന് പറഞ്ഞ് മാച്ചസ് നോൺ വേർഡ് ക്യാരക്ടേഴ്സ്, ക്യാരക്ടർ അല്ലാത്ത ഇതിനെയൊക്കെ മാച്ച് ചെയ്യുന്നു. അതായത് ലെറ്റർ റിസൾട്ട് ഈസ്ക്വൽ ടു ഡബിൾ കോട്സിന്റെ ഉള്ളില്
ഹലോ അറ്റ് വേൾഡ് ഡോട്ട് മാച്ച് എന്താണ് റെഗുലർ എക്സ്പ്രഷന്റെ ഉള്ളില് എന്താണ് സ്ലാഷ് ക്യാപിറ്റൽ W എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് അല്ലാത്ത ഇതിനകത്തുള്ള സ്മോൾ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഡിജിറ്റ്, അണ്ടർസ്കോർ അല്ലാത്ത ഏതിനെയും മാച്ച് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് മാച്ച് ചെയ്യുന്നത് അറ്റ് ആണ്. അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ക്യാരക്ടർ അല്ല, നോൺ വേർഡ് ക്യാരക്ടർ ആണ്. അപ്പൊ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അറ്റ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ ബാക്ക് സ്ലാഷ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചസ് എ സ്പേസോ വൈറ്റ് സ്പേസ്, സ്പേസിനെയോ അല്ലെങ്കിൽ വൈറ്റ് സ്പേസിനെയാണ് സ്ലാഷ് എസ് മാച്ച് ചെയ്യുന്നത്. അതായത് ടാബ്സ്, ന്യൂ ലൈൻ അതാണ് മാച്ച് ചെയ്യുന്നത്. ടാബ്സും പിന്നെ ന്യൂ ലൈനും. വൈറ്റ് സ്പേസ് എന്ന് വെച്ചാൽ ടാബ് ആവാം അല്ലെങ്കിൽ ന്യൂ ലൈൻ ആവാം, സ്പേസ് അല്ലെങ്കിൽ വൈറ്റ് സ്പേസ്. അപ്പൊ അതാണ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു എ സ്പേസ് ബി ഡോട്ട് മാച്ച് ബാക്ക് സ്ലാഷ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ചെയ്യുന്നുണ്ട്. മാച്ച് ചെയ്യുമ്പോഴേ അപ്പൊ അത് ഔട്ട്പുട്ട് ആയിട്ട് അറേനന്റെ ഉള്ളിൽ മാച്ച് ചെയ്യുന്ന ഏത് ക്യാരക്ടർ ആണെന്ന് വെച്ചാൽ അതിനായിരിക്കും ഈ അറേന്റെ ഉള്ളിൽ എഴുതുന്നത്. സ്ട്രിങ്ങിനകത്ത് സ്പേസ് ഇടുന്നു, അത് സ്പേസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ റിട്ടേൺ ചെയ്യുന്നു അറേന്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് നീ ബാക്ക് സ്ലാഷ് ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്പേസ് ക്യാരക്ടർ, ഒരു നോൺ സ്പേസ് ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നു. എക്സാമ്പിൾ എന്നാന്ന് വെച്ചാൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു എ സ്പേസ്. അപ്പൊ നോൺ സ്പേസ് ഡോട്ട് മാച്ച് ബാക്ക് സ്ലാഷ് ഓഫ് എസ് ഗ്ലോബൽ. അപ്പൊ ഏതെങ്കിലും നോൺ സ്പേസ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നോൺ സ്പേസ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്പേസ് അല്ലാത്ത അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ടാബ്സ്, ന്യൂ ലൈൻ അങ്ങനത്തെ സ്പേസ് അല്ലാത്ത ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും, നോൺ സ്പേസ് ക്യാരക്ടറിനെ ആയിരിക്കും ബാക്ക് സ്ലാഷ് എസ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ എ ആണ്, കാരണം അത് നോൺ സ്പേസ് ക്യാരക്ടർ ആണ്. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എ എന്നാണ് കിട്ടുന്നത്. അറേനകത്ത് ആ ക്യാരക്ടറിനെ എഴുതുന്നു. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർ ഓപ്പറേറ്റർ ആണ്. ഈ ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ഡോഗ് ഡോട്ട് മാച്ച് ഈ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേണിന്റെ ഉള്ളിൽ എന്താണ് ക്യാറ്റ് ഓർ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഔട്ട്പുട്ട് എനിക്ക് ഡോഗ് എന്ന് കിട്ടും. അതായത് ഈ റെഗുലർ ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ് ഇതിനകത്ത് ഏതെങ്കിലും മാച്ച് ചെയ്യണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഡോഗ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഇതുണ്ടല്ലോ, ഇപ്പൊ സെർച്ച് പാറ്റേൺ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് ഡോഗ് എന്ന് വന്നിട്ട് കിട്ടുന്നു. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബ്രാക്കറ്റ് യൂസ്ഡ് ഫോർ ഗ്രൂപ്പിംഗ്. ഈ ഓപ്പൺ ബ്രാക്കറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യാനായിട്ടാണ്, ഗ്രൂപ്പിങ്ങിന് വേണ്ടിയാണ്. ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു എ ബി സി എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്, ഡോട്ട് മാച്ച് അത് കഴിഞ്ഞിട്ട് റെഗുലർ എക്സ്പ്രഷന്റെ ഉള്ളിൽ ABC പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എനിക്ക് ഔട്ട്പുട്ട് ABC എന്നാണ് കിട്ടുന്നത്. അതായത് ABC പ്ലസ് എന്ന് വെച്ചാൽ മാച്ചസ് ABC റിപ്പീറ്റഡ് 1 or more ടൈംസ്. അതായത് ഒരു എണ്ണത്തിനെ ഗ്രൂപ്പ് ആയിട്ട് എഴുതണേനെയാണ് നമ്മൾ, ഗ്രൂപ്പ് ആയിട്ട് എഴുതാനായിട്ടാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്, പാരന്തസിസിന്റെ ഉള്ളിൽ ലെറ്റർ എഴുതുന്നത്. ഇത് 1 or more ടൈംസ് റിപ്പീറ്റ് ചെയ്യണ്ടോന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് ABC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ നോക്കുന്നു. 1 or more ടൈം മാച്ച് ചെയ്യുന്നുണ്ടോ? അപ്പൊ മാച്ച് ചെയ്യണ കാരണം ABC എന്ന് പറഞ്ഞ 1 or more ടൈംസ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അറേനകത്തേട്ട് അത് റിട്ടേൺ ചെയ്യും ആയിട്ട്. അപ്പൊ ABC എന്ന് പറഞ്ഞത്. പിന്നെ എന്നാന്ന് വെച്ചാൽ സ്ലാഷ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ദിസ് ഈസ് എ ടെസ്റ്റ്. സ്ലാഷ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൗണ്ടറി ആണ്. എക്സാമ്പിൾ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ദിസ് ഈസ് എ ടെസ്റ്റ് ഡോട്ട് മാച്ച് എന്താണ് ഓപ്പൺ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ എഴുതുന്നു. ബാക്ക് സ്ലാഷ് BIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൗണ്ടറി ഈസ് കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. അതായത് ഇതിനകത്ത് ഇൻറഗുലർ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്നാ
ഇതിനകത്ത് വേർഡിന്റെ ബൗണ്ടറിനകത്ത് ഇസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻഡ് ചെയ്യണ്ടോന്ന് /b. ഇപ്പൊ വേർഡിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈസ് വെച്ചിട്ട് ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ ഈസ് ഉണ്ട്. ഈസ് വെച്ചിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ നമുക്ക് console.log റിസൾട്ട് ഈസ് എന്ന് വന്നിട്ട് കിട്ടുന്നു. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ വേർഡ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി അല്ലാത്ത ഇതെന്ന് പറയും. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ദിസ് ഡോട്ട് ഇൻ ദിസിനകത്ത് /B ഇസ്. അപ്പൊ ബൗണ്ടറി അല്ലാത്ത ഇത് console.log റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നോൺ വേർഡ് അല്ലാത്ത ബൗണ്ടറി എനിക്ക് ഇസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. മനസ്സിലായോ? ഇത് നോൺ വേർഡ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൗണ്ടറിനകത്തുള്ളത് ഇസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വേർഡ് ബൗണ്ടറി അല്ലാത്ത ഇതെന്ന് പറഞ്ഞ ഇസ് ഉണ്ടോ എന്ന് മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുന്നു. അപ്പൊ ഇത് ഇസ് ഉണ്ട്. അപ്പൊ അത് ആണ് കിട്ടുന്നത്. ഇൻ റെഗുലർ എക്സ്പ്രഷൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആർ കോൾഡ് ക്യാരക്ടർ സെറ്റ്. അപ്പൊ നമ്മൾ റെഗുലർ എക്സ്പ്രഷനകത്ത്, അപ്പൊ ഇതാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺസ് എല്ലാം നമ്മൾ 24 എണ്ണം നോക്കി. റെഗുലർ എക്സ്പ്രഷനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റ് എന്നാണ് പറയുന്നത്. They are used to match any one character from the list of characters you put inside them. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ്സിന് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്നാണ് പറയുന്നത്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു മാച്ച് എനി വൺ ക്യാരക്ടർ ഫ്രം ദി ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് യു പുട്ട് ഇൻസൈഡ് ദം. ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് മാച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ലെറ്റ് റിസൾട്ട് ഈസ്ക്വൽ ടു ബാറ്റ് ഡോട്ട് മാച്ച് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ABC എന്നാണ് ഈ console.log റിസൾട്ട് ഔട്ട്പുട്ട് B എന്ന് പറയാം. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് മാച്ച് ചെയ്താൽ മതി. അതാണ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അതിനാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. ABC മീൻസ് മാച്ചസ് എനി വൺ ഓഫ് ദിസ്. ABC എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ABOC ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇറ്റ് ഫൈൻസ് B ഇൻ ബാറ്റ്. ബാറ്റിനകത്ത് ബിനെ മാച്ച് ചെയ്യുന്ന ബിക്കോസ് B ഈസ് ഇൻ ദ സെറ്റ്. സെറ്റിനകത്ത് B എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ ബിനെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ B ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ്. നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ്. നെഗേറ്റഡ് ABC സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നെഗേറ്റഡ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചസ് എനി ക്യാരക്ടർ എക്സെപ്റ്റ് ABC. ABC അല്ലാത്ത ഏതെങ്കിലും ക്യാരക്ടറിനെ മാച്ച് ചെയ്യുന്നു. അതാണ് വെൻ നെഗേറ്റഡ് ഈസ് ഔട്ട്സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് മീൻസ് സ്റ്റാർട്ട് ഓഫ് എ സ്ട്രിംഗ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അപ്പൊ ഇതിനകത്ത് ABC അല്ലാത്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. മാച്ച് ആവണ്ടോ എന്ന് നോക്കുന്നു. അതാണ് നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ്. ഇപ്പൊ ഈ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇറ്റ് മീൻസ് സ്റ്റാർട്ട് ഓഫ് എ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ട് ആണെന്നാണ് അർത്ഥം. സ്റ്റാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് അർത്ഥം രണ്ടിന്. അപ്പൊ ഈ സിമ്പിള് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഈ നെഗേറ്റഡ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് എ സ്ട്രിങ് എന്നാണ് അർത്ഥം. അപ്പൊ ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് അപ്പൊ എന്നാന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് എ സ്ട്രിങ് ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ്സ് മീൻസ് നോട്ട് ദിസ് ക്യാരക്ടേഴ്സ്. നെഗേഷൻ എന്നാണ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണെങ്കിൽ ക്യാരക്ടേഴ്സ് നോട്ട് ദിസ് ക്യാരക്ടേഴ്സ്, അതായത് ക്യാരക്ടേഴ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ പാടില്ല. അതിനാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ ക്യാരക്ടർ ഉണ്ടോ ആ ക്യാരക്ടർ അല്ലാത്ത വേറെ ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ മാച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.